മേഡം നമസ്കാരം. നമസ്കാരം. ശോഭാ സുരേന്ദ്രൻ, ഇ.പി. ജയരാജൻ ഇലക്ഷൻ നല്ല പൊരിഞ്ഞ പോരാണ്, ഇതുവരെ തീർന്നിട്ടില്ല. ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് 2023 ജനുവരിയിൽ ഡൽഹിയിൽ ലളിത് ഹോട്ടലിൽ വെച്ച് ഇ.പി. ജയരാജൻ ചർച്ച നടത്തുന്നു, BJP കേന്ദ്ര നേതൃത്വവുമായിട്ട് ചർച്ച നടത്തുന്നു. അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അടുത്ത ദിവസം അദ്ദേഹം BJPയിൽ ചേരാൻ തയ്യാറാണ്, പ്രഖ്യാപനം വരാൻ തയ്യാറായിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരുന്നു. ഇ.പി. ജയരാജൻ പിന്മാറുന്നു, അദ്ദേഹം പിന്നോട്ട് പോയി. പിന്നീടും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഇ.പി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ പറയുന്നത്, കേരളത്തിലെ എൻ്റെ പൊസിഷൻ നിങ്ങൾക്കറിയില്ലേ, ഞാനങ്ങനെ BJP ചേരുമോ എന്നാണ് ഇ.പി. ജയരാജൻ ശോഭാ സുരേന്ദ്രൻ്റെ വാദങ്ങളെയൊക്കെ, ആ വാദങ്ങളുടെ മുനയൊടിച്ചുകൊണ്ട് ചോദിക്കുന്നത്. ഇതിനിടയ്ക്ക് ഒരാളുണ്ട്, അതാണ് ദല്ലാൽ നന്ദകുമാർ. അതിലേക്ക് നമുക്ക് വരണം. അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ നുണ പറയുന്നത്, ശോഭാ സുരേന്ദ്രനാണോ ഇ.പി. ജയരാജനാണോ? രണ്ടുപേരും അല്ല, ദല്ലാളാണ് നന്ദകുമാർ. കാരണം ദല്ലാളിനാണ് ബെനിഫിഷ്യറി. ഈ ദല്ലാൾ പറയുന്നത് ഇവർ രണ്ടുപേരും പറയാത്ത കാര്യങ്ങളാണ്. ഒരു ദല്ലാൾ എന്ന് പറയുമ്പം അദ്ദേഹത്തിന് സമൂഹത്തിനോട് ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല, രാഷ്ട്രീയക്കാരനല്ല, വെറും ഒരു ദല്ലാൾ. ഇന്നേ വരെ ഏതെങ്കിലും ദല്ലാൾ സത്യസന്ധമായിട്ട് എന്തെങ്കിലും പറഞ്ഞായിട്ട് അറിവുണ്ടോ? ഇല്ല. സത്യസന്ധമായിട്ട് ഒരു ദല്ലാൾ എന്തെങ്കിലും ഒരു വസ്തുത പറയാനായിട്ടറിഞ്ഞു എൻ്റെ അറിവിലില്ല. ദല്ലാളന്മാരെന്ന് പറഞ്ഞാൽ അവർ ഇത് ഒന്നിലൊരു ഇത് വസ്തു നല്ലൊരു വസ്തുവാണെങ്കിൽ അത് എത്രമാത്രം മോശമാണെന്ന് പറയും. അവരുടേതനുസരിച്ച് അവർക്ക് ബാർഗെയിനിങ് പവർ അനുസരിച്ച് അവർ കൂട്ടിയും കുറച്ചും പറയും. ഈ ദല്ലാളിനെ തന്നെ നമ്മളിപ്പം ഇത്രയും നാൾ കണ്ടില്ലായിരുന്നു. ഇത്രയും നാളത്തെ ഈ സമയത്ത് ഇങ്ങനെ ഇത്തരം വെളിപ്പെടുത്തലുകളുമായി ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ. അതൊന്നും തന്നെ മനസ്സിലാക്കിയുടെ ശോഭാ സുരേന്ദ്രൻ്റെ സ്വീകാര്യത, ജനങ്ങളുടെ ഇടയിൽ ശോഭാ സുരേന്ദ്രൻ്റെ സ്വീകാര്യത അത് വളരെ വ്യക്തമല്ലേ. അപ്പം മൂന്നാമത് ആർക്കോ അത് മിക്കവാറും ഇടതു മുന്നണിയിൽ തന്നെ ആവാം. ആർക്കോ താല്പര്യമുണ്ട് ശോഭാ സുരേന്ദ്രനെ ഒന്ന് ഇടിച്ചു കാണിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇലക്ഷനിലുള്ള സാധ്യതകൾ ഇല്ലായ്മ ചെയ്യുക. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ ഇതെല്ലാം വന്നിട്ട് ഇങ്ങനത്തെ ഒരു എന്താ പറയുന്ന അദ്ദേഹത്തിന് എത്രയോ സമയം ദല്ലാളിന്റെ പ്രസ്താവനകളാണ് മാധ്യമങ്ങൾ. അല്ല, ഈ ദല്ലാൾ അനിൽ ആന്റണിയെ കുറിച്ച് പറഞ്ഞ അത് ഏത് കാലത്തായിരുന്നു? ഏത് കാലത്തായിരുന്നു A.K. ആന്റണി ഹോം മിനിസ്റ്റർ ആയിരുന്നു? ഈ 10 വർഷമായിട്ട് ആന്റണി ഹോം മിനിസ്റ്റർ അല്ലല്ലോ. കോൺഗ്രസ് അവിടെ ഭരണത്തിലേ ഇല്ല, ഒരിടത്തും ഇല്ല. ഇ.പി. പറയുന്നത് ശോഭാ സുരേന്ദ്രനെ കണ്ടിട്ടേ ഇല്ല, പിന്നെ കണ്ടത് ഈ ഉമ്മൻചാണ്ടിയുടെ സംസ്കാര ചടങ്ങിൽ അന്ന് പി കെ ശ്രീമതി പിടിച്ചു മാറ്റി പോയില്ലേ എന്ന് പറയുന്നുണ്ട്. 3 തവണയാണ് ഇവര് ഇ.പി.യുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. അതെ, ഒന്ന് ആദ്യം ലളിത് ഹോട്ടലിൽ ഡൽഹിയിൽ വെച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് രാമനിലയത്തിലുണ്ട്. രാമനിലയിൽ മൂന്നാമത് പിന്നെ നമ്മുടെ അതിൻ്റെ ഇടയ്ക്ക് വെണ്ണലയിൽ നന്ദകുമാറിന്റെ വീട്ടിൽ വെച്ച് ഈ കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായ ഡേറ്റ് ഉൾപ്പെടെയാണ് ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുമ്പോൾ പറയുന്നത്. ഇ.പിക്ക് അതിനൊക്കെയുള്ള മറുപടി ഇതുപോലെ, ഞാൻ എൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് അറിയില്ലേ എന്നൊക്കെയാണ് ഇ.പി. ചോദിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു മറുപടിയിലേക്ക് പോകാൻ ഇ.പി. കഴിയുന്നില്ല. ഇന്ന് നമ്മൾ ഈ ചർച്ച നടക്കുന്ന സമയത്ത്, ചർച്ച ചെയ്യുന്ന സമയത്ത് സെക്രട്ടേറിയറ്റ്, CPM-ന്റെ സെക്രട്ടേറിയറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇ.പി. എങ്ങനെയാണ് ഇനി CPM-ൽ പാർട്ടിയിൽ ഇ.പിയുടെ ഭാവി എന്നുള്ളതൊക്കെ സെക്രട്ടേറിയറ്റ് യോഗം തീർന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. എന്തായാലും MV ഗോവിന്ദൻ്റെ യാത്ര തൃശ്ശൂരിൽ എത്തുന്ന സമയത്തും അദ്ദേഹം ശോഭാ സുരേന്ദ്രനെ കണ്ടിരുന്നു. ആ സമയത്ത് വല്ലാത്ത മാനസിക സംഘർഷത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതിനൊരു കാരണമുണ്ട്. കാരണം എന്താണ് അദ്ദേഹത്തിന്റെ മാനസിക സംഘർഷം? എന്തായിരിക്കും? ഒന്നും ചേരാൻ പറ്റാത്തതിന്റെ കോടിയേരി കഴിഞ്ഞിട്ട് സാധാരണഗതിയിൽ സീനിയോറിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ഇ.പി. ആണ്
പാർട്ടി സെക്രട്ടറി ആവേണ്ടിയിരുന്നത്. ഗോവിന്ദമാഷ് EP-യേക്കാൾ ജൂനിയറാണ്, വളരെ ജൂനിയറല്ലേ. അപ്പോൾ അതിലെന്തായിരുന്നാലും ഒരു കാരണം ഇത്രയും നാൾ പാർട്ടിക്ക് വേണ്ടി എല്ലാം ഒഴിഞ്ഞ് ഒരു വെടിയുണ്ട തന്നെ തലയിലാത്തുകൊണ്ട് നടക്കുന്ന വ്യക്തിയാണ് സഖാവ് EP. അപ്പോൾ അദ്ദേഹത്തിന് പരിഗണനയിൽ പോലും വന്നില്ല എന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് മാനുഷികമായിട്ട് ഒരു ഇതുണ്ടാവില്ലേ, മാനസികമായിട്ടും ഒരു ഇത് ഉണ്ടാവും. പിന്നെ അത് പെട്ടെന്ന് അത് MV ഗോവിന്ദന് പോകുമ്പം അത് എല്ലാവരും ഒരേ സ്ഥലത്തുള്ള നാട്ടുകാരും ആ ഒരു ഇതുകൊണ്ടാവാം MV ഗോവിന്ദൻ്റെ ആ യാത്രയുടെ ഇടയിൽ തന്നെ ശോഭാ സുരേന്ദ്രനുമായിട്ട് അന്ന് പറഞ്ഞില്ലേ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന്. മാനസിക സംഘർഷം, സമ്മർദ്ദമല്ല സംഘർഷം ഇത് തന്നെയാണ്. ഞാനെന്തിനായി പോയി പാർട്ടിയിൽ, അവരെന്നെ പരിഗണിക്കുന്നില്ല, എനിക്ക് വേണ്ട രീതിയിലുള്ള ഇത് തരുന്നില്ല. ഇതിനകത്ത് ഈ നന്ദകുമാറിന്റെ വെണ്ണലയിലെ വീട്ടിൽ 2023 ജനുവരിയിൽ ഒരു കൂടിക്കാണുമ്പം EP ആ കൂടിക്കാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ഒരു പദ്ധതിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് EP പറയുന്നുണ്ട് നമുക്കൊന്ന് കുറച്ച് നീട്ടി വെക്കേണ്ടി വരും, പാർട്ടിയിലേക്ക് വരുന്നത് BJP-യിലേക്ക് വരുന്നത് നീട്ടി വെക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ EP ആരായിരിക്കും ഇതിൽ നിന്ന് പിൻവാങ്ങണമെന്ന് പറഞ്ഞ് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാകാതെ അദ്ദേഹം, ശോഭാ സുരേന്ദ്രൻ പറയുന്നത് BJP-യിൽ ചേരാനുള്ള തൻ്റെ ഇടത്തോടെയാണ് EP വന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും തൻ്റെ ഇടത്തോടെ വന്ന ആള് എന്തുകൊണ്ടായിരിക്കും വളരെ പെട്ടെന്ന് പിൻവലിഞ്ഞത്? 99% ഒരു കോൾ കൊണ്ടാണെന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരു കോൾ വന്നു, അതിന് ശേഷം അദ്ദേഹം വളരെ അസ്വസ്ഥനായി. ആ കോൾ വന്നതിന് ശേഷമാണ് അദ്ദേഹം പിൻവാങ്ങിയത്. അത് 99% നമ്മൾ സഖാവ് പിണറായിയുടെ കോളായിരുന്നാണ് എനിക്ക്. പിണറായിക്ക് ഇതൊക്കെ അറിയാൻ പറ്റുമോ? അദ്ദേഹത്തിന് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരറിയാനായിട്ട്? അദ്ദേഹത്തിന് ഓരോ നേതാവിൻ്റെയും നോട്ട് ഇത് എങ്ങോട്ടാണ് തിരിയുന്നതും എല്ലാം അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ആ സമ്മർദ്ദത്തിൽ പേടിച്ചിട്ടാണ് EP പിൻവാങ്ങിയതെന്നും പറയുന്നു. പിന്നെ വേറൊരു വേർഷൻ അത് ദല്ലാളാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ മാസപ്പടി കേസും ലാവ്ലിൻ കേസും അതും ഒത്തുതീർപ്പാക്കി തരാം, അതിനാണ് EP ഇതിൽ പോയതെന്നും EP-യുടെ മേലിൽ ഒരു നടപടിയും വരില്ല എന്നും പറയപ്പെടുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ ഒരു ചർച്ചയായിട്ട് വരുന്നില്ല. ദല്ലാള് പറഞ്ഞ് അങ്ങനെ പോയെന്നല്ലാതെ ദല്ലാള് പക്ഷെ ഇന്ന് രാവിലെയും ഏതോ മുഖ്യധാര ചാനലിൽ ഞാൻ കണ്ടു, അത് ഇന്നലത്തെ റിപ്പീറ്റ് ടെലികാസ്റ്റ് ആണെന്ന് തോന്നുന്നു. അദ്ദേഹം വളരെ എക്സൈറ്റഡ് ആയിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഇതിനു വേണ്ടിയാണ് EP ഇത് BJP നേതൃത്വമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതെന്നും പറയുന്നുണ്ട്. അല്ല, ഇതിനകത്ത് ഈ EP-യുടെ മകൻ ഒരു കഥാപാത്രമാണ്. EP-യുടെ മകനെ 2023 ഏപ്രിൽ 24 ഉദയൻ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞതിന് പ്രകാരമാണ് വിളിക്കുന്ന ഒരു ഹോട്ടലിൽ വെച്ച് കാണണം. എറണാകുളത്ത് ഹോട്ടൽ മുറിയിൽ ചെന്നു. അപ്പോൾ യാദൃച്ഛികമായിട്ടൊന്നുമല്ല. നേരത്തെ EP പറഞ്ഞത് ഒരു മെസ്സേജ് വന്നു, പിന്നെ BJP-യെ കുറിച്ചുള്ള മോദിയുടെ ചില ചിത്രങ്ങൾ വന്നു, നമ്പർ വാങ്ങിച്ചു, അങ്ങനെയൊക്കെയാണ്. വാട്സാപ്പിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് EP അതിനെ നിഷേധിച്ചത്. പക്ഷേ അങ്ങനെയല്ല എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ശോഭാ സുരേന്ദ്രന് വേറെ ഒരു പണിയില്ലേ? അവർ രാപ്പകല് പ്രവർത്തകരുടെ ഇടയിൽ എന്താണ് അവരുടെ പ്രശ്നങ്ങൾ, അതിനൊക്കെ പരിഹാരങ്ങൾ എന്താണെന്ന് ചെയ്തു കൊടുക്കാനായിട്ടാണ് അവർ നിൽക്കുന്നത്. അവർ ഒരു നിമിഷം പോലും അവർ ശ്വാസം വിടുന്നില്ല. ഈവൻ എലക്ഷൻസ് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ. ഒരു ഉദാഹരണം ഞാൻ പറയാം. നടക്കാവിൽ സുരേഷ് ഗോപിയെ ഇത് ഹാജരാവണമെന്ന് പറഞ്ഞു നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ. ആ പോലീസ് സ്റ്റേഷനിൽ മുമ്പ് എത്ര അച്ചടക്കത്തോടെയാണ് ഇത് BJP-യുടെ വനിതാ അംഗങ്ങൾ വന്ന് അവിടെ ഇരുന്നത്.
അത് ശോഭാ സുരേന്ദ്രൻ്റെ ഓർഗനൈസേഷൻ കപ്പാസിറ്റിയാണ്. അവരാരെങ്കിലും എന്തെങ്കിലും അതിക്രമം കാണിച്ചു. ആ സമയത്ത് CPM ആൾക്കാരാണെങ്കിലോ എന്തൊക്കെ കോപ്രായങ്ങളോടെ കാട്ടിക്കുട്ടിയേനെ, ആ വാഹനങ്ങളെല്ലാം അടിച്ച് റെഡിയാക്കിയേനെ. അതൊന്നും ചെയ്തില്ലല്ലോ. അവർ പറഞ്ഞെന്താണ്, സുരേഷ് ഗോപിയെ ഒന്നും ചെയ്യാൻ ഒക്കില്ല എന്നല്ലേ പറഞ്ഞോളൂ. എന്നിട്ട് അവരോട് ഇരിക്കുകയായിരുന്നു ആ വെയിലത്ത്, ആ നടു റോഡിൽ. ഈ ഡൽഹിയിൽ വെച്ച് കാണുമ്പം EP-യും നന്ദകുമാറും തമ്മിൽ ഫോണിൽ സംസാരിക്കുകയാണ്. അപ്പോൾ അത് സ്പീക്കർ ഫോണിലിട്ട് കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് EP പറയുന്നുണ്ട്, ശോഭയെ അല്ല കാണേണ്ടത്, EP-ക്ക് അതിന് മുകളിലുള്ള ഉന്നത നേതാക്കന്മാരെയാണ് കാണേണ്ടത്. ശോഭ കേരളത്തിലെ നേതാവല്ലേ, ശോഭ പറഞ്ഞാൽ എനിക്ക് BJP-യിൽ അംഗത്വം കൊടുക്കാൻ പറ്റുമോ എന്ന് EP ചോദിക്കുന്നുണ്ട്. EP രണ്ടും കൽപ്പിച്ച് BJP-യിൽ ചേരാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടതാണ് എന്ന് നമുക്ക് ശോഭാ സുരേന്ദ്രൻ്റെ ഈ വാദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അതെ, അതിന് കൃത്യമായി എന്താണ് കൃത്യമായിട്ടൊരു മറുപടി ഉണ്ട്. എന്നുവെച്ചാൽ ഇപ്പം CPM ഭരിക്കുന്നത് ഇനി കേരളത്തിൽ മാത്രമാണ്. പിന്നെ അങ്ങ് പൊട്ടിത്തെറിക്കുന്നവർക്ക് 1-2 അംഗങ്ങളുണ്ടാവും. ഇവിടെ ഭരിക്കാൻ തുടങ്ങി രണ്ടാമത്തെ ടേമായി. രണ്ടാമത്തെ ടേമായപ്പം അവിടെ സീതാറാം യെച്ചൂരിയും ബൃന്ദാ കാരാട്ടും പ്രകാശ് കാരാട്ടും എന്തെങ്കിലും പറഞ്ഞാലും ഇവിടുത്തെ നേതൃത്വം അത് അംഗീകരിക്കുന്നില്ല. അവരവിടെ എന്തോ പറയുന്നു എന്നുള്ള മട്ടാണ്. അപ്പോൾ അത്രമാത്രം എത്തി CPM-ൻ്റെ നേതൃനിരയിലുള്ള ധാർഷ്ട്യം. അവർക്ക് എന്തും ആവാം, കാരണം അവരിവിടെ മാത്രമേ ഉള്ളൂ ഭരണത്തിൽ, അത് 2ാം തവണയും. അപ്പം അവർക്ക് എന്തും ആവാമെന്നുള്ള ധാർഷ്ട്യമാണ് അത് കാണിക്കുന്നത്. അപ്പം ആ ഒരു ഇത് വെച്ചിട്ട് ആലോചിക്കുമ്പം EP ആലോചിക്കുമ്പം EP-ക്ക് തോന്നും അതേപോലെയാണ് BJP-യിലെന്ന്. പക്ഷെ BJP അതൊന്ന് വേറെയാണ്, അത് ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഒരുപക്ഷെ ഈ വിവാദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ, EP ജയരാജൻ അദ്ദേഹത്തിന് കോള് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് BJP-യുടെ നേതാവായി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇറങ്ങിയനെ. അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഇത് EP-യുടെ ഏറ്റുപറച്ചിൽ അതിൻ്റെ ടൈമിങ്ങിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചു. ഇലക്ഷൻ്റെ അന്ന് രാവിലെയാണ്. എന്തിനാണ് EP രാവിലെ തന്നെ പറഞ്ഞത്? ഞാൻ സമ്മതിക്കുന്നു, എല്ലാം പറഞ്ഞതെല്ലാം സമ്മതിക്കുന്നു. പക്ഷേ EP അന്ന് പറഞ്ഞത് 5 മിനിറ്റ് പോലും കൂടിക്കാഴ്ച നീണ്ടില്ല. അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിലേക്ക് എത്ര മിനിറ്റ് കൂടിക്കാഴ്ച നീണ്ടാലില്ലെങ്കിലും കണ്ടു എന്നുള്ളത് സമ്മതിച്ചു. ജാവദേക്കറും നന്ദകുമാറും വരികയായിരുന്നു. അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. ചായ കുടിക്കാനായിട്ട് കയറി. അതെ, അവിടെ വന്ന് പരിചയപ്പെടാൻ വന്നതാണെന്ന് പറഞ്ഞു. രാഷ്ട്രീയമൊന്നും സംസാരിച്ചില്ല. 5 മിനിറ്റ് കൊണ്ട് ഇരിക്കാൻ പോലും സമയം കിട്ടിയില്ല എന്നാണ് EP ജയരാജൻ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം സുധാകരൻ BJP-യിൽ പോകുന്നു എന്ന് തെളിവും വസ്തുതയൊക്കെ ഹാജരാക്കി അദ്ദേഹം പത്രസമ്മേളനം നടത്തി. 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് EP ജയരാജനെതിരെ ഇത്തരം ഒരു ആരോപണം വന്നത് എന്നാണ് EP പറയുന്നത്. പത്രക്കാരോട് അദ്ദേഹം ചോദിക്കുന്നത്, നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചതെന്ന് പത്രക്കാരോട്, മാധ്യമങ്ങളോട് ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ അന്നത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ശിവനും ഭാവിയും എന്നുള്ള ആ പ്രഖ്യാപനത്തെക്കുറിച്ച്, ശിവനും ഭാവി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളുടെയൊക്കെ അറിവില് ശിവന്റെ അടുത്തൊരു പാപി വന്നാൽ തൃക്കണ്ണ് വെച്ച് ഭസ്മമായി പോവും. അപ്പം ഇത് ഏത് ശിവനാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, EP പറയുന്ന എല്ലാവർക്കും ഉള്ള സന്ദേശമാണ്. EP-ക്കെതിരെ അല്ല പറഞ്ഞത്, എല്ലാവർക്കും ഉള്ള സന്ദേശമായിട്ടാണ് പറയുന്നത്. 2 വർഷമായി ഡൽഹി പോയിട്ടില്ല എന്നൊക്കെ EP പറയുന്നുണ്ട്. അതെ, എന്തായാലും പക്ഷെ പോയ ഹോട്ടലുകളിലെല്ലാം CCTV ഉണ്ടല്ലോ. അതൊക്കെ പരിശോധിച്ചാൽ മതി. അതെല്ലാവർക്കും ആർക്കും വേണമെങ്കിലും പോയി പരിശോധിക്കാം. അപ്പോൾ എന്തായാലും വരും നാളുകളിൽ നമുക്ക് നമുക്കിപ്പം ഇന്ന് തന്നെ അറിയാം EP-യുടെ പാർട്ടിയിലുള്ള ഭാവി എന്താകും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. EP ഇതുവരെ ഉണ്ടാക്കി വെച്ച ഒരു പാർട്ടിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എന്നുള്ള ആ പാർട്ടിയോടുള്ള ആത്മബന്ധം. പക്ഷേ എനിക്കും വ്യക്തിപരമായിട്ട് എനിക്ക് നേരിട്ടറിയില്ലെങ്കിലും എനിക്ക് സഖാവ് EP-യോടും അതേസമയം അതേ തതുല്യമായിട്ട് തന്നെ ശോഭാ സുരേന്ദ്രനും
ആന്റണിക്ക് അങ്ങേയറ്റം ബഹുമാനവും ഒരു മതിപ്പും ഉള്ള 2 വ്യക്തികളാണ്. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട 2 നേതാക്കന്മാരുടെ ഈ വാദമുഖങ്ങളിൽ ഏതാണ് ശരി എന്നുള്ളത് കാലമല്ല ഇപ്പൊ തെളിഞ്ഞു അറിയാൻ പറ്റും. ഓക്കെ മാഡം, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.